അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഹജ്ജും ഉംറയും ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർ ആരും ഉണ്ടാവുകയില്ല. എല്ലാവരുടെയും ആഗ്രഹമാണ് ഹജ്ജും ഉംറയും ചെയ്യുക എന്നുള്ളത്. ഉസ്താദെ, അതിനുള്ള പണം ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ എന്നായിരിക്കും പലരുടെയും മറുപടി. എന്നാൽ ആ ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം കിട്ടുന്ന കുറച്ച് അമലുകൾ നമുക്ക് ഇന്ന് പരിചയപ്പെടാം ഇൻഷാ അല്ലാഹ്. വീഡിയോ പൂർണ്ണമായും കാണുക, ഏതൊക്കെ അമലുകളാണ് അത് എന്ന് മനസ്സിലാക്കുക, കൂടുതൽ ആ അമലുകൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കുക. അതിലൂടെ നമുക്ക് കൂടുതൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന കാര്യങ്ങളാണ് ഇൻഷാ അല്ലാഹ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കാണുക, പ്രിയപ്പെട്ടവരിലേക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക, വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് കൂടുതൽ നീട്ടിപ്പരത്തി പറയാതെ വീഡിയോയിലേക്ക് കടക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും തീർത്തു തരുമാറാകട്ടെ. മഖ്ബൂലും മബ്റൂറുമായ ഹജ്ജും ഉംറയും ചെയ്യാനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. നമ്മളൊക്കെ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുന്നവരാണല്ലേ. എന്നാൽ വെള്ളിയാഴ്ച ജുമുഅക്ക് പോകുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെ മറവ് ചെയ്യപ്പെട്ട ആ പള്ളിയിലേക്ക് ഒന്ന് പോകണം. ആ ഖബർസ്ഥാനിൽ ചെന്നുകൊണ്ട് പ്രിയപ്പെട്ട മാതാവിനെയോ പ്രിയപ്പെട്ട പിതാവിനെയോ സിയാറത്ത് ചെയ്താൽ, വെള്ളിയാഴ്ച ദിവസം സിയാറത്ത് ചെയ്താൽ അവനിക്ക് അല്ലാഹു തആല ഒരു ഹജ്ജ് ചെയ്ത പ്രതിഫലം അവനിക്ക് അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്നാണ്. ഒന്നാമത്തെ കാര്യം നമുക്ക് മനസ്സിലായി, വെള്ളിയാഴ്ച മാതാപിതാക്കളെ സിയാറത്ത് ചെയ്താൽ ഹജ്ജ് ചെയ്ത പ്രതിഫലം കിട്ടും. ഇനി ജീവിച്ചിരിപ്പുള്ള മാതാവോ പിതാവോ ഉണ്ടെങ്കിൽ അവരുടെ മുഖത്തേക്ക് സന്തോഷത്തോടെ ഒന്ന് നോക്കിയാൽ തന്നെ ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് സ്വാദിഖുൽ മസ്തൂഖ് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. എത്ര വലിയ ഭാഗ്യവാന്മാരാണ് നാം ഓരോരുത്തരുമെന്ന് ചിന്തിക്കേണ്ടതുണ്ട്. പ്രിയപ്പെട്ട പിതാവിന്റെ മുഖത്തേക്ക്, ഉമ്മയുടെ മുഖത്തേക്ക് ഒന്ന് സന്തോഷത്തോടെ പുഞ്ചിരിയോടെ റാഹത്തോടെ ഒന്ന് നോക്കുമ്പോൾ അതിനുപോലും നമുക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുന്നത്. ഇനി നമുക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകുന്നവരായിരിക്കും. എന്നാൽ ആ പോകുന്ന സമയത്ത് വീട്ടിൽ നിന്ന് തന്നെ വുളൂ എടുത്ത് ശുദ്ധീകരണം വരുത്തി വുളൂ എടുത്ത് പള്ളിയിലേക്ക് അവൻ ജമാഅത്തിന് നടന്നു പോവുകയാണെങ്കിൽ കാന ലഹു കഅജ്രിൽ ഹാജിൽ മുഹ്രിമി, ഇഹ്റാം ചെയ്ത ഒരു ഹാജിക്ക് എത്രമാത്രമാണ് പ്രതിഫലം ലഭിക്കുക, അതുപോലത്തെ ഒരു പ്രതിഫലം അവർക്ക് അല്ലാഹു തആല രേഖപ്പെടുത്തുമെന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരു ദിവസം 5 ഹജ്ജ് ചെയ്ത പ്രതിഫലമെങ്കിലും നമുക്ക് വാങ്ങിയെടുക്കാൻ കഴിയും. പ്രിയപ്പെട്ടവരെ, നാം ശ്രമിക്കണേ. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോൾ സ്ത്രീകൾക്കൊരു സംശയം ഉണ്ടാകും, ഞങ്ങൾക്ക് പള്ളിയിലേക്ക് ജമാഅത്തിന് പോകാൻ പറ്റില്ലല്ലോ, അപ്പൊ ഈ പ്രതിഫലം ഞങ്ങൾക്ക് കിട്ടില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്ന സഹോദരിമാർ, ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരാള് സുബ്ഹി ജമാഅത്തായിട്ട് നിസ്കരിച്ചു. വീട്ടിൽ നിന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെയോ അതല്ലെങ്കിൽ ഭർത്താവിനെയോ ആരെങ്കിലും കൂട്ടിയിട്ട് ജമാഅത്തായിട്ട് സുബ്ഹി നിസ്കരിക്കുക. അങ്ങനെ ജമാഅത്തായിട്ട് സുബ്ഹി നിസ്കരിച്ച് സുമ്മ ഖഅദ, പിന്നെ അവിടെ അവൻ ഇരുന്നു. സഹോദരിയാണെങ്കിലും പുരുഷനാണെങ്കിലും ആരായാലും ആ നിസ്കരിച്ച വ്യക്തി അവിടെ ഇരുന്നു. യദ്കുറുല്ലാഹ ഹത്താ തത്ലുഅ ശംസ്, സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ അല്ലാഹുവിന്റെ സിക്റിലായി കഴിഞ്ഞുകൂടി. അല്ലാഹുവിന്റെ സിക്ർ, അവനെ സിക്ർ ചൊല്ലി അല്ലെങ്കിൽ ഖുർആൻ പാരായണം ചെയ്തു. ഇങ്ങനെ നല്ല കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവൻ നേരം പുലരുന്നത് വരെ, അതായത് സൂര്യൻ ഉദിക്കുന്നത് വരെ അവൻ അതിലായി തന്നെ കഴിഞ്ഞുകൂടി. സുമ്മ സ്വല്ലാ റക്അത്തൈൻ, പിന്നെ അവൻ 2 റക്അത്ത് നിസ്കരിച്ചു. 2 റക്അത്ത് സൂര്യൻ ഉദിച്ച ഉടനെ ളുഹ നിസ്കരിച്ചു. ളുഹയുടെ നിയ്യത്ത് വെച്ചിട്ട്
ളുഹ 2 റക്അത്ത് നിസ്കരിച്ചാൽ ളുഹ നിസ്കരിച്ച പ്രതിഫലം കൂടി അവനിക്ക് ലഭിക്കും. അങ്ങനെ 2 റക്അത്ത് അവൻ നിസ്കരിച്ചാൽ കാനത്ത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ താമ്മ, പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്തവനെ പോലെയാണ് അവൻ. പ്രിയപ്പെട്ട സഹോദരിമാരെ, നിങ്ങൾക്കും ഈ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും. പുരുഷന്മാർക്കും ഈ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും. നഷ്ടപ്പെടുത്താതിരിക്കുക. ജീവിതത്തിൽ നേടിയെടുക്കാൻ അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതുപോലെ ധാരാളം ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. നമ്മുടെ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, ഒരു കൂട്ടുകാരൻ, അവൻ വലിയ വിഷമത്തിലാണ്, പ്രയാസത്തിലാണ്. അങ്ങനെ അവന്റെ വിഷമങ്ങളും പ്രയാസങ്ങളും കണ്ടറിഞ്ഞുകൊണ്ട് അവനെ ഒരാൾ സഹായിച്ചാൽ അവനിക്ക് 100 ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അപ്പോൾ നാം നമ്മുടെ കൂട്ടുകാരെയൊക്കെ ശ്രദ്ധിച്ച് അവർക്ക് വല്ല ആഫത്തോ വല്ല പ്രയാസമോ ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് സഹായിക്കാൻ കഴിയുന്ന രൂപത്തിൽ അവരെ സഹായിച്ചാൽ നമുക്ക് ഈ പ്രതിഫലം നേടിയെടുക്കാൻ കഴിയും. അപ്പോൾ നാം നഷ്ടപ്പെടുത്താതിരിക്കുക. നമുക്ക് ഹജ്ജും ഉംറയും ലഭിച്ച പ്രതിഫലം ലഭിക്കുന്ന ആരാധന പറഞ്ഞു. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് അവിടെ തന്നെ ഇരുന്ന് ഖുർആനോ സിക്റോ ഒക്കെ ചൊല്ലിയിട്ട് സൂര്യൻ ഉദിക്കുന്നത് വരെ അവിടെ ഇരുന്നിട്ട് സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് 2 റക്അത്ത് നിസ്കരിച്ചാൽ അവനിക്ക് ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം ലഭിക്കും. പള്ളിയിലേക്ക് 5 വക്തിനും ജമാഅത്തായിട്ട് വീട്ടിൽ നിന്ന് വുളു എടുത്ത് പള്ളിയിലേക്ക് ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ അവൻ വരികയാണെങ്കിൽ 5 വക്തിനും അവൻ അങ്ങനെ വീട്ടിൽ നിന്ന് വന്നാൽ 5 ഹജ്ജ് ചെയ്ത പ്രതിഫലം ഒരു ദിവസം തന്നെ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ തന്നെ അവനിക്ക് ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ സഹോദരിമാര് വീട്ടിൽ നിന്ന് നിസ്കരിക്കുമ്പോൾ ജമാഅത്തായിട്ട് നിസ്കരിക്കാൻ വേണ്ടി നാം ശ്രദ്ധിക്കണം. നമ്മുടെ പെൺമക്കളെയും നമ്മുടെ വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് പോകാത്ത ആൺമക്കളെയും അതല്ലെങ്കിൽ ഭർത്താവിനെയും ഒക്കെ കൂട്ടിയിട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ജമാഅത്തായിട്ട് നിസ്കരിച്ചാൽ അവർക്കും ഹജ്ജ് ചെയ്ത പ്രതിഫലം ലഭിക്കുമെന്ന് ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഹദീസിൽ കാണാം. അപ്പൊ ഇത്രയും വലിയ പ്രതിഫലം ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ കഴിയും. ഹജ്ജും ഉംറയും ചെയ്യാൻ എൻ്റെ കയ്യിൽ പണമില്ല എന്ന് നിരാശപ്പെടേണ്ട. ആ ഹജ്ജും ഉംറയും ചെയ്തവരെ പോലത്തെ പ്രതിഫലം നേടിയെടുക്കാൻ പറ്റുന്ന അമലുകൾ മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഹജ്ജും ഉംറയും ചെയ്യാനും പുണ്യ നബിയുടെ റൗള ഷരീഫ് സിയാറത്ത് ചെയ്യുവാനും അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തി എനിക്കും കുടുംബത്തിനും വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.